ഞാൻ 14 വർഷമായി വേദം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ, എൻ്റെ ഭാര്യ, മക്കൾ എല്ലാവരും, ഞങ്ങൾ 5 പേരാണ്. അതുകൊണ്ട് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. നമ്മൾ സീറോന്ന് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ്. ഇപ്പം ഒരുപാട് ഡെവലപ്മെൻറ്റ് പല രീതിയിലും പല ഫീൽഡിലും നമുക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉള്ള ഒരു രീതിയിലാണ് പോകുന്നത്. അത് മൊത്തം നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഈ വേദത്തിൻ്റെ അകത്താണ്. വേദത്തിൻ്റെ അകത്ത് നമ്മളെ ഗുരുനാഥൻ നമുക്ക് പഠിപ്പിച്ചു തന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു ലൈഫിലേക്ക് നമ്മൾ എത്താൻ പറ്റുക. വേദം പഠിച്ചതിന് ശേഷമുള്ള ഞാനെന്ന് പറയുമ്പം അതിൽ ചെറിയൊരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങളൊരു ITI നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ITI നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടികളെ പഠിപ്പിക്കുക, അതിനുള്ള വരുമാനം വരിക എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴുള്ള കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ആ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഈ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് വേദമാണ് എന്നെ എന്ത് ചെയ്തത്, മാറ്റിയെടുത്തത്. എല്ലാവിധ സമൃദ്ധിയും നമുക്ക് ഈ ഒരു വേദം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ലതാണ്. എല്ലാവരും മസ്റ്റ് സ്റ്റഡി എന്നാണ് ഞാൻ പറയുള്ളൂ. എല്ലാവരും ഇത് വേദം എന്തായാലും പഠിച്ചിരിക്കണം. ഒരാൾക്കും വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് വേദത്തിലുണ്ട്. അത് നമുക്ക് കൂടുതൽ പഠിച്ചാൽ മാത്രമേ അത് കിട്ടുള്ളൂ. അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം നമ്മൾ ലൈഫിൽ. അതായത് നമ്മൾ ജീവിക്കുന്നതിനൊരു അർത്ഥമുണ്ടെന്നും മനുഷ്യനായതിനൊരർത്ഥമുണ്ടെന്നും എങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നും, പിന്നെ അതേപോലെ അതുവരെ നമ്മൾ കൃത്യമായൊരു കാഴ്ചപ്പാടോ ഇതൊന്നും അല്ലാതെ ജീവിക്കുന്ന സമയത്ത് എന്തിനു വേണ്ടി ജീവിക്കണം എന്ന് പോലും നമുക്ക് ചില സമയത്ത് തോന്നും. ഇപ്പം നമ്മൾ വിവാഹ ജീവിതം കഴിയുകയെന്ന് പറയുമ്പം അച്ഛനും അമ്മയൊക്കെ കൈവിട്ട് വേറൊരു ജീവിതത്തിലേക്ക്, ഉത്തരവാദിത്ത ബോധത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്കത് ഉൾക്കൊള്ളാനുള്ള സമയവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ കൂടെ നടക്കാൻ, അല്ലെങ്കിൽ കൂടെ നടത്താൻ നമ്മുടെ ഹൃദയത്തിൽ നമുക്കായി ഒരു ഗുരുനാഥൻ ഉണ്ടാവുന്ന സമയത്ത് ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് വേറെയാണ്.